എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ലീവല്ലേ, അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി, നിങ്ങളല്ലേ പറഞ്ഞ അമൃതം പൊടി കൊണ്ടുപോയാൽ ആരും കഴിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ എന്താക്കിയാലും തിന്നുന്നില്ല ടീച്ചറേ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഞാനിന്ന് അമൃതം പൊടിയിലൊരു പോഷകാഹാരം നല്ല സ്പെഷ്യലായിട്ട് ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അമൃതം പൊടി ഒരു നല്ലൊരു ദോശയാണ് ടീച്ചർ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മളെ നാടൻ നെയ്യാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അത് ഇട്ട് ചട്ടിയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അത് എന്നിട്ട് നെയ്യിട്ട് പെരക്കി ചൂടായതിലേക്ക് അമൃതം പൊടിയിൽ അതിൻ്റെ ഒപ്പരം ഞാൻ ചേർത്ത വെള്ളം പറയാം. അമൃതം ഉപ്പ് ചേർത്തില്ല, അത് ശകലം മധുരമുള്ളതുകൊണ്ട് ചേർത്തില്ല. ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട്, കുറച്ച് മുരിങ്ങയില അതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അതെല്ലാം കൂട്ടി കുഴച്ച് പാകമാക്കി വെച്ചതാണ്. മധുരം അത് തന്നെ ഉണ്ട്, അതുകൊണ്ട് അതിൽ മധുരം ചേർത്തില്ല. അപ്പോൾ ഇതിനെ ഇങ്ങനെ പാകമാക്കി ഇത് പച്ചക്കറി എല്ലാ പച്ചക്കറിയിൽ ചേർത്തതുകൊണ്ട് കുട്ടികൾക്ക് കറി വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറിയതൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് പാകം ചെയ്ത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താൽ കുട്ടികൾ എന്തായാലും ഇതൊരു കട്ട്ലീസ് പോലെ കുറച്ച് നല്ല ചൂട് നല്ല കൊണ്ട് നല്ല ഒരു വരണ്ടതുപോലെ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കുട്ടികൾക്ക് നല്ല കഴിക്കാൻ കുറച്ച് നേരം 1 മിനിറ്റ് നമുക്കത് ആറാൻ വെക്കാം. നോക്കാം. ഇത് ആറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഒന്നെടുത്ത് മറിച്ചിട്ട് അടിഭാഗം മേലെ ഒന്നാക്കി ചെയ്ത് നോക്കാം. അപ്പോൾ അത് 2 ഭാഗം ഇങ്ങനെ വേവും. ഇനി കുറച്ച് സമയം ഒരു മിനിറ്റ് ഇങ്ങനെയും വെക്കാം. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫാക്കിയാൽ ഇതിനെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഓരോരോ പീസ് കാണുമ്പോൾ ഇത് ആംപ്ലേറ്റ് പോലെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഒന്ന് ഇങ്ങനെയും കഴിക്കാൻ കൊടുക്കാം. പിന്നെ നമ്മൾ ചോറോ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിച്ച് ഒരു ആംപ്ലേറ്റ് കൊടുക്കുന്ന പോലെ ഇത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾ എന്തായാലും ഇത് കഴിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.